അഴീക്കോട് കോൺഗ്രസിന്റെ വോട്ട് ചോർന്നെന്ന് UDF സ്ഥാനാർത്ഥി കരീം ചേലേരി. കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിൽ പ്രതീക്ഷിച്ച വോട്ടിന്റെ പകുതി പോലും ലഭിച്ചില്ല. ലീഗ് കേന്ദ്രങ്ങളിൽ പാർട്ടി വോട്ടുകൾ കൃത്യമായി ലഭിച്ചു. ടീം UDF എന്ന വികാരം താഴെത്തട്ടിൽ എത്തിക്കാൻ സാധിച്ചില്ലെന്നും വോട്ട് കുറഞ്ഞത് പരിശോധിക്കണമെന്നും UDF-ൽ ഉന്നയിക്കുമെന്നും കരീം ചേലേരി പറഞ്ഞു. UDF-ന് ലഭിക്കേണ്ടുന്ന വോട്ടുകൾ പലയിടങ്ങളിലും കൃത്യമായി ലഭിച്ചില്ല എന്നുകൂടി നമുക്ക് കാണണം. തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF-ൻ്റെ മുന്നണി ഘടകകക്ഷികൾ എന്നുള്ള നിലയിൽ വ്യത്യസ്ത പാർട്ടികൾ ചേർന്ന് ആലോചിച്ച് നമുക്ക് തന്നിട്ടുള്ളൊരു കണക്കും ഇപ്പോൾ കിട്ടിയിട്ടുള്ള വോട്ടിൻ്റെ കണക്കും പരിശോധിക്കുമ്പോൾ ചില മേഖലകളിൽ വലിയ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. മുന്നണി അടിസ്ഥാനത്തിലും പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ആ മെസ്സേജ് കൃത്യമായി താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ ചില മേഖലകളിലെങ്കിലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ ഒരു ടീം UDF ജയിച്ചു വരണം എന്നുള്ള ഒരു പൊതുവികാരം, ആ വികാരം താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ പൂർണ്ണാർത്ഥത്തിൽ കഴിഞ്ഞുവെങ്കിൽ ഈ ഒരു വ്യതിയാനം സംഭവിക്കില്ലായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുകയാണ്. നിഖിൽ, ന്യൂനപക്ഷ ഏകീകരണം നടന്നെങ്കിൽ ഉറപ്പായും ഇടതുപക്ഷം തോൽക്കേണ്ട ഒരു മണ്ഡലമായിരുന്നു അഴീക്കോട്. പക്ഷേ സംസ്ഥാനത്തുടനീളം ഒരു ഇടതുവിരുദ്ധ തരംഗം ഉണ്ടായിട്ട് പോലും അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി KV സുമേഷ് ജയിക്കുന്നതാണ് കണ്ടത്. പക്ഷേ ഒരു വിചിത്രവാദമാണ് കരീം ചേലേരി പറയുന്നത്. രുചിഷ് ഇക്കാര്യത്തിൽ ഏതായാലും അദ്ദേഹം നേരിട്ട് പറയുന്നില്ല എങ്കിൽ പോലും കോൺഗ്രസ് പ്രതീക്ഷിച്ച രീതിയിൽ ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എന്നുള്ള വിമർശനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം കണക്കുകൾ സൂചിപ്പിച്ച് തന്നെയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. അതായത് ഈ അഴീക്കോട് മണ്ഡലത്തിൽ അഴീക്കോട് പഞ്ചായത്തിലും ഒപ്പം തന്നെ പാപ്പിനിശ്ശേരിയിലും വളപട്ടണം പഞ്ചായത്തിലും ഈ മൂന്നിടങ്ങളിലും ലീഗിന് അത്യാവശ്യം സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. അവിടെ പ്രതീക്ഷിച്ച വോട്ടുകൾ കൃത്യമായി UDF-ന് അനുകൂലമായി വന്നിട്ടുണ്ട്. അതേസമയം ഈ പറയുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ വരുന്ന പുഴാതി, പള്ളിക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിൽ അത് കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളാണ്. ആ മേഖലകളിൽ വോട്ടിൽ വന്ന കുറവാണ് ഇത്തരത്തിൽ ഒരു പരാജയത്തിലേക്ക്. നമുക്കറിയാം, അഴീക്കോട് തോറ്റത് വെറും 350 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിച്ചത്. അപ്പോൾ ഈ പുഴാതി, പള്ളിക്കുന്ന് മേഖലകളിൽ പ്രതീക്ഷിച്ച വോട്ടുകൾ ലഭിച്ചില്ല. അത് കോൺഗ്രസിൻ്റെ സ്വാധീന മേഖലയാണ്. അവിടെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന കാര്യം മുന്നണി ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യണമെന്നാണ് അബ്ദുൽ കരീം ചേലേരി പറയുന്നത്. കൃത്യമായി ഇതിൻ്റെ കണക്കുകൾ ഉൾപ്പെടെയാണ് അദ്ദേഹം പറയുന്നത്. ഈ പുഴാതി, പള്ളിക്കുന്ന് മേഖലകളിൽ 3000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കും എന്ന് തന്നെയായിരുന്നു ഈ UDF-ൻ്റെ കണക്കായി ഉണ്ടായിരുന്നത്. പക്ഷേ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ വെറും 1221 വോട്ടുകളുടേത് മാത്രമാണ് ലീഡ് അവിടെ ഉണ്ടാകുന്നത്. അതായത് പകുതിയിലേറെ വോട്ടുകൾ കുറയുന്ന സാഹചര്യം രൂപപ്പെട്ടു അഴീക്കോട് മണ്ഡലത്തിൽ എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇത് കോൺഗ്രസ് ലീഗിനെ പിന്നിൽ നിന്ന് കുത്തി ഈ അഴീക്കോട് മണ്ഡലത്തിൽ എന്നത് തന്നെയാണ് കരീം ചേലേരി ഇപ്പോൾ ഉയർത്തുന്ന ഒരു വിമർശനം. നേരിട്ട് അദ്ദേഹം അങ്ങനെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി പറയുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് ഒരു മുന്നണി മര്യാദയുടെ പേരിൽ അങ്ങനെ പറയുന്നതിൽ ശരിയില്ല. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് പരിശോധിക്കണം. കാരണം ലീഗിന് സ്വാധീനമുള്ള മേഖലകളിലെല്ലാം UDF-ന് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ കണക്ക് കൂട്ടിയ അതേ അളവിൽ വോട്ട് ലഭിക്കുകയും കോൺഗ്രസിന് സ്വാധീനമുള്ള പുഴാതി, പള്ളിക്കുന്ന് മേഖലകളിൽ വോട്ട് കുറയുകയും ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കണം. ഇക്കാര്യങ്ങൾ UDF ഗൗരവമായി ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് കരീം ചേലേരി പറയുന്നത്. അഴീക്കോട് UDF-ൻ്റെ സ്ഥാനാർത്ഥി മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് അബ്ദുൽ കരീം ചേലേരി. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു ഗുരുതരമായ ആരോപണമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. കാരണം കോൺഗ്രസിൻ്റെ കേന്ദ്രങ്ങളിൽ UDF-ന് അനുകൂലമായി വോട്ട് കിട്ടിയില്ല, അവിടെ വോട്ട് ചോർന്നു എന്നുള്ളതാണ് പറയുന്നത്.